ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് പിസ്സ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. അപ്പോൾ പിസ്സ ഉണ്ടാക്കുന്ന ഒരു വലിയ പ്രോസസ്സ് തന്നെയാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും നമുക്ക് കുക്കിംഗ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഇത് ചെയ്യുന്നതിന് ഒട്ടും മടി ഉണ്ടാവില്ല. കാരണം അത്ര രസമാട്ടോ പിസ്സ ഉണ്ടാക്കാനായിട്ട്. കാരണം ഇത് പല പല സ്റ്റെപ്പുകളായിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. പിന്നെ പിസ്സ ഉണ്ടാക്കാൻ മടിയുള്ളവരാണെങ്കിൽ അതിനായിട്ടൊരു ചെറിയൊരു പൊടിക്കൈ കൂടെ ഞാനിവിടെ പറഞ്ഞു തരാം. ആദ്യം തന്നെ പിസ്സ ബേസ് കുഴച്ച് വെക്കാം. 250 ഗ്രാം മൈദയാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതിലേക്ക് 1/4 ടീസ്പൂണോളം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ എണ്ണയോ ഒലിവ് ഓയിലോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ അതൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ആദ്യം തന്നെ പിസ്സയുടെ ബേസ് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ തന്നെയാണ്. അപ്പോൾ കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ വേണം ഈ ഒരു പിസ്സയുടെ ബേസ് കുഴച്ചെടുക്കാനായിട്ട്. വെള്ളം ഒരുപാടായി പോകരുത്. ഇപ്പോൾ മാവൊക്കെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 2 മണിക്കൂർ നമ്മൾ പൊങ്ങാനായിട്ട് മാറ്റി വെക്കണം. അതിന് മുൻപായിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ടേബിൾ ടോപ്പിൻ്റെ മുകളിലിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ പോവുകയാണ്. ഡോനട്ട് ഉണ്ടാക്കുന്ന റെസിപ്പിയിൽ ഈ ഒരു സ്റ്റെപ്പ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഡോനട്ടിൻ്റെ റെസിപ്പി ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങളെല്ലാവരും ഒന്ന് പോയി കാണണം. അപ്പോൾ അത്ര സോഫ്റ്റായിട്ട് കിട്ടിയത് ഈ ഒരു സ്റ്റെപ്പ് ചെയ്തുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഒരു 5 മിനിറ്റോളം നമ്മളിതുപോലെ ഈ ഒരു മാവിനെ കുഴച്ച് മാറ്റി വെക്കേണ്ടതാണ്. അപ്പോൾ ഈ ഞാൻ ചെയ്യുന്ന ഇതേ മെത്തേഡിൽ തന്നെ നിങ്ങൾ കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ആ പിസ്സയുടെ ബേസ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അതുപോലെ മാവ് നന്നായിട്ട് പൊന്തി വരാനും ഹെൽപ്പ് ചെയ്യും. ഞാൻ മാവ് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ. 2 മണിക്കൂർ മാറ്റി വെക്കുന്നുണ്ട്. കുറച്ച് മയം ഇതിൻ്റെ മുകളിൽ പരട്ടിയിട്ട് വേണം നമ്മൾ ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കാനായിട്ട്. അതുപോലെ തന്നെ ഈ ഒരു പാത്രം നമ്മൾ നനഞ്ഞ തുണി വെച്ച് കവർ ചെയ്തിട്ട് വേണം ഒന്ന് മാറ്റി വെക്കാനായിട്ട്. മഴക്കാലമാണെങ്കിൽ 2 മണിക്കൂർ എന്നുള്ളത് 3-4 മണിക്കൂറൊക്കെ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കണം. നന്നായിട്ടത് പൊന്തി വരണം കേട്ടോ. എന്നാലാണ് നമ്മുടെ പിസ്സ ഉണ്ടാക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുക. ഇനി നമുക്ക് മൊസറല്ല ചീസ് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് 1/2 ലിറ്റർ ഫുൾ ഫാറ്റ് പാലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് നമ്മുടെ വിരലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൈ പൊള്ളാത്ത ഒരു അവസ്ഥയിൽ ചൂടാക്കി എടുക്കണം. ഒരുപാട് ചൂടായി പോകരുത്. അതുപോലെ ചൂട് കറക്റ്റായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മൊസറല്ല ചീസ് കറക്റ്റായിട്ട് കിട്ടില്ല. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണോളം വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ആപ്പിൾ സിഡർ വിനീഗറാണ് ഞാനിവിടെ ഒഴിച്ചിട്ടുള്ളത്. അതാണ് ഇച്ചിരി യെല്ലോ കളറിലിരിക്കുന്നത്. നിങ്ങൾക്ക് സാധാ പ്ലെയിൻ വിനീഗർ ചേർത്ത് കൊടുക്കാം. ഇനി വിനീഗർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാരങ്ങയുടെ നീര്, ഒരു വലിയ നാരങ്ങയുടെ നീരാണെങ്കിലും ഒഴിച്ചു കൊടുക്കാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആ പാലിൻ്റെ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ വിരലിട്ടാൽ ഒന്ന് പൊള്ളാത്ത രീതിയിലുള്ള ചൂടായി കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ വിനാഗിരി ചേർത്ത് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു മൊസറല്ല ചീസിൻ്റെ ടെക്സ്ചർ അങ്ങ് മാറിപ്പോവും. അപ്പോൾ നന്നായിട്ട് പിരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ അതിലുള്ള വെള്ളമൊക്കെ കളഞ്ഞ് പിഴിഞ്ഞെടുത്തതാണ്. ചൂടോടുകൂടി തന്നെ ഇത് ചെയ്യണം കേട്ടോ. അത് മാത്രമല്ല നമ്മളിപ്പോൾ ഇടുന്നത് ഇളം ചൂട് വെള്ളത്തിലാണ്. അത് 2-3 പ്രാവശ്യം ഈ ഒരു സ്റ്റെപ്പ് ചെയ്യണം. അത് പെട്ടെന്ന് ചെയ്തെടുക്കണം കേട്ടോ. ഒട്ടും സമയം കളയാൻ പറ്റില്ല. പെട്ടെന്ന് തന്നെ ഇളം ചൂടാൻ 2-3 പ്രാവശ്യം മാറ്റിയിട്ട് ഇതുപോലെ വെള്ളത്തിലിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. ഇപ്പോൾ നമ്മുടെ മൊസറല്ല ചീസ്, നമ്മുടെ പിസ്സയിലിടാനുള്ള ചീസും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സോസ് തയ്യാറാക്കിയെടുക്കാം. പിസ്സ സോസ് തയ്യാറാക്കാനായിട്ട് വളരെ സിമ്പിളാണ്. നമ്മളൊരു പാനിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ 5 അല്ലി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി വെളുത്തുള്ളിയുടെ ഫ്ലേവർ കൂടുതലായിട്ട് ഇഷ്ടമാണെങ്കിൽ 5 അല്ലി വെളുത്തുള്ളി വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ 1 സവോളയാണ് ചേർത്തിട്ടുള്ളത്. നമുക്ക് ഒരുപാട് സവോളയൊന്നും വേണ്ട. സവോളയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ വഴറ്റി കൊടുക്കാം. അതിനുശേഷമാണ് നമ്മൾ തക്കാളി പിരിയമുളകും ചേർത്ത് കൊടുക്കുന്നത്. 2 വലിയ തക്കാളിയാണ്, നല്ല പഴുത്ത തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ 8 പിരിയമുളകാണ് ചേർത്തിട്ടുള്ളത്. ഈ പിരിയമുളക് ഇല്ല എന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഈ ഒരു പിസ്സയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പിരിയമുളകായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് എരിവൊന്നും കാണില്ല. അപ്പോൾ അതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കുവാണ്. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, കുറച്ച് എരിവിന് വേണ്ടിയിട്ട്. ഞാനിവിടെ ചേർക്കുന്നില്ല കേട്ടോ. എനിക്ക് ഈ പിരിയമുളകിൻ്റെ എരിവ് തന്നെ ധാരാളമാണ്. ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് ഒറിഗാനോ ആണ് ചേർക്കുന്നത്. നമ്മുടെ വീട്ടിലുണ്ടാക്കിയ ഒറിഗാനോ ആണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാനത് ചെയ്ത ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. എല്ലാവരും പോയി ഒന്ന് കാണണം. അതുപോലെ കുറച്ച് പഞ്ചസാര, ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി ഒരുപാട് നേരം ഫ്ലെയിമിലിടണ്ട. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് ചൂടാറുന്ന സമയത്ത് നന്നായിട്ട് അരച്ച് കൊണ്ടുവരാം. ഒട്ടും തന്നെ വെള്ളം വേണ്ട കേട്ടോ അരയ്ക്കുമ്പോൾ.
സോസ് ഞാൻ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല കട്ടിയുള്ള സോസാണ്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇതിന് ചെറിയൊരു ചൂടുണ്ട്, അപ്പോൾ ചൂടാറി കഴിയുമ്പോൾ ഇതിലും കുറച്ചുകൂടി കട്ടിയായിട്ട് വരും. അപ്പോൾ നമ്മുടെ പിസ്സ സോസിൻ്റെ കളറ് ഇതാണ് കേട്ടോ, നല്ല ഡാർക്ക് റെഡാണ്, കുറച്ച് ഓറഞ്ചിഷ് ആയിട്ടാണ് ക്യാമറയിൽ കാണുന്നത്. നമ്മുടെ പിസ്സയ്ക്ക് ഒരു ട്വിസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് ചെയ്യുന്നത്. നമ്മൾ പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പിസ്സ സോസ് ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത്. ബോൺലെസ് ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. 250 ഗ്രാം ബോൺലെസ് ചിക്കൻ ചേർത്ത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ പോവാണ്. നമ്മൾ ഈ പിസ്സ സോസിൽ ഇട്ടിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. സാധാരണ നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് ഉപ്പും കുരുമുളകും മാത്രമായിട്ട് വേവിച്ചിട്ടാണ് പിസ്സയിൽ ഇട്ട് കൊടുക്കുന്നത്. ഈ രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ പിസ്സ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ചിക്കന് പകരം നിങ്ങൾക്ക് മഷ്റൂമോ പനീറോ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നോൺ വെജിറ്റേറിയൻസ് ആയതുകൊണ്ടാണ് ഞാൻ ചിക്കൻ ഇട്ട് കാണിക്കുന്നത്. ഇനി വെജിറ്റേറിയൻസ് ആണെങ്കിൽ മഷ്റൂമൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 8 to 9 സോസാണ് ചേർക്കുന്നത്. ഇത് തീർത്തും ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് സോയ സോസോ ടൊമാറ്റോ സോസൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇഷ്ടമുള്ള ഫ്ലേവറിനനുസരിച്ചിട്ട് നമുക്ക് ഇതിൽ ചേർക്കാനുള്ള ചിക്കൻ്റെ റെസിപ്പി ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറ്, അതുകൊണ്ടാണ് ഈ മെത്തേഡ് നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ സോസ് എല്ലാം ചേർത്ത് ഇതിലത്തെ വെള്ളം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ പിസ്സ ഉണ്ടാക്കുമ്പോൾ ഒരുപാടങ്ങ് സോസ് അങ്ങ് കൂടിപ്പോവും. അപ്പോൾ നന്നായിട്ടൊന്ന് വെള്ളം ഒന്ന് വറ്റിച്ച് എണ്ണ തെളിയുന്നത് വരെ ഒന്ന് വറ്റിച്ച് മാറ്റി വയ്ക്കാം. നമ്മുടെ മാവ് കറക്റ്റായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. കറക്റ്റ് 2 മണിക്കൂറേ എനിക്ക് വേണ്ടി വന്നിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് റേസായി വന്നിട്ടുണ്ട്. നമുക്ക് പരത്തിയിട്ട് പിസ്സയുടെ ബേസാക്കി മാറ്റി വെക്കാവുന്നതാണ്. ഇനി മഴക്കാലമാണ് അല്ലെങ്കിൽ നമ്മുടെ ക്ലൈമറ്റ് ഭയങ്കരമായിട്ട് തണുപ്പുള്ള സമയമാണ് എന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പൊടിക്കൈയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നമ്മുടെ ഓവൻ ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ഓവൻ ഓഫ് ചെയ്യുക. എന്നിട്ട് നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള പിസ്സയുടെ മാവ് അതിൻ്റെ അകത്ത് വേണം 2 മണിക്കൂർ സൂക്ഷിക്കാനായിട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 മണിക്കൂറിനുള്ളിൽ തന്നെ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ മാവ് റേസായി ഫെർമെൻ്റ് ആയിട്ട് വരും. അപ്പോൾ മഴക്കാലത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ടിപ്പാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഒരു പിസ്സയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള ക്രസ്റ്റാണ് റെഡിയാക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ 2 പിസ്സയായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് തിൻ ക്രസ്റ്റായിട്ട് നന്നായിട്ടൊന്ന് പരത്തിയിട്ട് നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ലൊരു ബ്രെഡിൻ്റെ ഒരു ടെക്സ്ചറിലാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ബേസ് നല്ല സ്പോഞ്ചി ബ്രെഡിൻ്റെ ടെക്സ്ചറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇച്ചിരി കട്ടിയിൽ ഞാൻ ചെയ്തെടുക്കുന്നത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. ഈ ഒരു മാവ് പരത്തുന്ന സമയത്ത് നമ്മൾ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരിക്കണം. ചൂടായ പാനിലേക്ക് ഞാൻ പിസ്സയുടെ ബേസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഓവനിലല്ല ചുട്ടെടുക്കുന്ന മെത്തേഡാണ് പറയുന്നത്. അപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക. ആദ്യം പാൻ നന്നായി ചൂടായിട്ടുണ്ടാവണം നമ്മൾ പിസ്സയുടെ ബേസ് ഇട്ട് കൊടുക്കുമ്പോൾ. അടച്ചിട്ട് വേണം കേട്ടോ ആദ്യത്തെ ഭാഗം ഒന്ന് കുക്കായി എടുക്കാനായിട്ട്. അപ്പോൾ താഴത്തെ ഭാഗം നന്നായി കുക്കായി വന്നിട്ടുണ്ട്. മുകളിൽ ചെറിയ ബബിളൊക്കെ വന്നിട്ടുണ്ട്. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ 2 സൈഡും നന്നായി കുക്കായതിന് ശേഷം മാത്രമാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം മുകളിൽ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതും ഒരു 2 മിനിറ്റ് നമ്മൾ അടച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ്. ഒരുപാട് സമയം വേണ്ട, ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കാരണം പെട്ടെന്ന് തന്നെ കുക്കായി വരുന്ന സംഭവമാണ്. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. നമ്മുടെ പിസ്സ ബേസ് നന്നായി കുക്കായി വന്നിട്ടുണ്ട്. അതൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാനാണ് പോകുന്നത്. ഒരുപാട് കളർ മാറാത്ത ഭാഗത്താണ് ഞാൻ ഈ പിസ്സയുടെ സോസ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നമുക്കിതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ കൂട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി നന്നായി ചേർത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇതിന് പകരം മഷ്റൂമോ അതുപോലെ പനീറൊക്കെ ചേർത്ത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി ഞാൻ കുറച്ച് ക്യാപ്സിക്കം, ഗ്രീൻ ക്യാപ്സിക്കം ആണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് സവോളയും അതുപോലെ തന്നെ ബേബി കോൺസ് ഉണ്ടെങ്കിൽ ഒലീവ്സ് ഉണ്ടെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ക്യാപ്സിക്കം മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അതുപോലെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മൊസറല്ല ചീസാണിത്. അതും കൂടി ചേർത്തിട്ട് നമുക്ക് ആവശ്യത്തിന് ഒറിഗാനോ, നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒറിഗാനോ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തിട്ട് അടച്ചിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ഒരുപാട് ഫ്ലെയിം വേണ്ട, ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റൊക്കെ മതി. നമ്മുടെ പിസ്സ ഇവിടെ റെഡിയാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള പിസ്സയാണ്. നമ്മുടെ ചീസൊക്കെ കറക്റ്റായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവറൊക്കെ മണമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇനിയാണ് നമ്മുടെ ട്രിക്ക് വരുന്നത്. അതായത് പിസ്സയുടെ ബേസ് ഉണ്ടാക്കാൻ മടിയുള്ളവരാണെങ്കിൽ ഈ രീതിയിൽ ചെയ്തെടുത്താൽ മതി. നമുക്ക് ബ്രെഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ പിസ്സ സോസ് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ്റെ കൂട്ട് തയ്യാറാക്കിയതും അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മുടെ ക്യാപ്സിക്കോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് ചേർക്കാൻ ഇഷ്ടം അതെല്ലാം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മോസറോള ചീസും കൂടി സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒരെണ്ണം ഞാൻ പാനിലാണ് കാണിക്കുന്നത്, ഒരെണ്ണം ഞാൻ ഓവനിലും വെക്കുന്നുണ്ട്.
നമ്മൾ ഒരെണ്ണം പാനിലും ഒരെണ്ണം ഓവനിലും വെച്ചിട്ടാണ് കാണിക്കുന്നത്. പാനിൽ വെക്കുന്നതിൻ്റെ മോസറല്ല ചീസ് ഒരുപാട് അങ്ങ് മെൽറ്റായി പോവില്ല. പക്ഷേ നമ്മൾ ഓവനിലാണ് വെക്കുന്നതെങ്കിൽ ആ മോസറല്ല ചീസൊക്കെ പെട്ടെന്ന് മെൽറ്റാവും. ഓവനിൽ വെക്കുമ്പോൾ നമുക്ക് 1 മിനിറ്റ് മാത്രം വെച്ച് കൊടുത്താൽ മതി, ഒരുപാട് നേരം വേണ്ട. ഇനി പാനിലാണ് വെക്കുന്നതെങ്കിൽ ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ പാനിൽ വെക്കുമ്പോൾ നമ്മുടെ താഴത്തെ ബേസ് കുറച്ചൊന്ന് ക്രിസ്പി ആയിട്ട് വരും. ആ ബ്രെഡിൻ്റെ അടിഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രിസ്പി ആയിട്ടാവും കിട്ടുക. പക്ഷേ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പിസയുടെ അതേ ഫ്ലേവറിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അവസാനമായിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഒറിഗാനോ കൂടി സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് ആ പിസയുടെ മണമൊക്കെ കറക്റ്റായിട്ട് കിട്ടുക. നമ്മൾ ഓവനിൽ വെച്ചതിൻ്റെ അടിഭാഗമൊന്നും അങ്ങനെ ഒരുപാട് കളർ ചേഞ്ച് ഉണ്ടായിട്ടില്ല, സോഫ്റ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ 2 രീതിയിൽ നിങ്ങൾക്ക് തയ്യാറാക്കി എടുത്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം എന്നെ എഴുതി അറിയിക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.